ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. ഇതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കറണ്ട് ടൈപ്സിനെ കുറിച്ചുള്ള ഒരു കുഞ്ഞ് തിയറട്ടിക്കൽ വീഡിയോ ആണേ. ഇലക്ട്രിക്കൽ കറണ്ട് ഏതൊക്കെ ടൈപ്പ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, എ സിയും ഡി സി. അപ്പോൾ ഇതിൻ്റെ കൺവേർഷനെ കുറിച്ചുള്ള അതിൻ്റെ ടെർമിനോളജീസും പ്രോസസ്സിനെയും കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ. ഇലക്ട്രിക്കൽ കറണ്ടിൻ്റെ 4 രീതിയിലുള്ള കൺവേർഷൻസ് ഉണ്ട്. അത് നമുക്ക് ഓരോന്നായിട്ട് ഇപ്പം നോക്കാം. ഒന്നാമത്തേതെന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ എ സിയിലുള്ള ഒരു സാധനം, എ സി, അതിനെ ഞാൻ എ സി ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അപ്പം ഔട്ട്പുട്ടിൽ ഉള്ള എ സി എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുതലായിരിക്കും, അത് വോൾട്ടേജ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ വോൾട്ടേജ് കുറവായിരിക്കും. ഞാൻ ഇൻപുട്ട് കൊടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഇതിലാണ് ഔട്ട്പുട്ട് വരുന്നത്, അതായത് കുറഞ്ഞ വോൾട്ടേജിലാണ് ഔട്ട്പുട്ട് വരുന്നത്. അതിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമേഷൻ എന്നും, ഇനി ഞാൻ കൊടുക്കുന്ന വോൾട്ടേജിനേക്കാൾ കൂടുതലാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് വരുന്നതെങ്കിൽ അതിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമേഷൻ എന്നും പറയും. ഇത് ചെയ്യുന്ന ആ ഒരു എക്യുപ്മെൻറ്റിൻ്റെ പേരാണ് ട്രാൻസ്ഫോർമർ. നിങ്ങളുടെ വീട്ടിൽ ലൈനിൽ നിന്നുള്ള വോൾട്ടേജ് 150 ഉള്ളൂ, പക്ഷേ നിങ്ങളുടെ എന്തെങ്കിലും ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ 230 വോൾട്ട് ആകണം, വോൾട്ടേജ് വേണം. പക്ഷേ നിങ്ങളതിൽ 150 ഉള്ളൂ. അപ്പോൾ നിങ്ങളവിടെ ചെയ്യേണ്ടത് നിങ്ങളൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്ത് അതിനെ 230 വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമറിൻ്റെ പേരാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇനി അടുത്തത്, നിങ്ങൾ 230 വോൾട്ടേജ് ഉണ്ട്, പക്ഷേ നിങ്ങളുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ വർക്ക് ചെയ്യേണ്ടത് 12 വോൾട്ട്, 6 വോൾട്ട് അല്ലെങ്കിൽ 24 വോൾട്ടിലേക്ക്. അപ്പോൾ അവിടെ ഹൈ വോൾട്ടേജിൽ നിൽക്കണം, അതായത് 230 വോൾട്ടേജിൽ നിൽക്കണതിനെ കുറച്ച് 12 വോൾട്ടോ 6 വോൾട്ടോ ഒക്കെ ആക്കി മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സാധാരണ 12606 ആ ഒരു ട്രാൻസ്ഫോമേഴ്സ് എല്ലാം സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആണ്. ഇനി അടുത്ത ടൈപ്പ് എന്ന് വെച്ചാൽ റെക്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഇൻപുട്ടിൽ നിങ്ങൾക്ക് ഒരു എ സി വേവ്സ് ഉണ്ട്, പക്ഷേ നിങ്ങളുടെ ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് ഡി സിയിലാണ്. അപ്പോൾ ആ എ സിയെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് റെക്ടിഫിക്കേഷൻ. അത് ചെയ്യുന്ന സാധനത്തിൻ്റെ പേര് റെക്ടിഫയർ ഡയോഡൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ പ്യുവർ ഡി സി അല്ല, അത് റിപ്പിൾഡ് ഡി സി ആണ്. കാരണം നിങ്ങൾക്ക് കാണാം ഇപ്പം ഫിഗറിൽ റിപ്പിൾസ് ആണ് വരുന്നത്. അതിനെ സ്മൂത്തനിങ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻഡക്റ്റേഴ്സും കപ്പാസിറ്റേഴ്സൊക്കെ യൂസ് ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ എ സിയെ ഡി സി ആക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് റെക്ടിഫിക്കേഷൻ. അടുത്തതിൻ്റെ പേരാണ് കൺവേർഷൻ എന്ന് വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ട്രാൻസ്ഫോർമേഷനിൽ എന്താണ് നടന്നത്? എ സിയെ ഡിഫറൻറ്റ് ആംപ്ലിറ്റ്യൂഡിലുള്ള ഒരു എ സി തന്നെ ആക്കി മാറ്റുന്നു. അതുപോലെ തന്നെ ഡി സിയെ ഡിഫറൻറ്റ് ആംപ്ലിറ്റ്യൂഡിലുള്ള ഒരു ഡി സി ആക്കി മാറ്റാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് കൺവേർഷൻ. അത് യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ പേര് കൺവേർട്ടർ. ഇനിയിപ്പം ഡി സിയെ ലോ വോൾട്ടേജ് ഡി സിയെ ഒരു ഹൈ വോൾട്ടേജ് ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ബൂസ്റ്റ് കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യും. ഇനി ഒരു ഹൈ വോൾട്ടേജ് ഡി സിയെ ഒരു ലോ വോൾട്ടേജ് ഡി സിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ബക്ക് കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യും. ഇനി ബക്ക് കൺവേർട്ടറും ലീനിയർ റെഗുലേറ്ററും ഉണ്ട്. ഇത് രണ്ടും ചെയ്യുന്ന ഡ്യൂട്ടി ഒന്നാണ്, അതായത് ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇത് രണ്ടിൻ്റെ ഡ്യൂട്ടി സെയിം ആണ്, പക്ഷേ ചെയ്യുന്ന രീതിയിലാണ് ഡിഫറൻസ്. ബക്ക് കൺവേർട്ടേഴ്സ് സ്വിച്ചിങ് ചെയ്തിട്ടാണ് വോൾട്ടേജ് കുറയ്ക്കുന്നത്, കുറെ കൂടെ എഫിഷ്യൻ്റ് ആണ് ബക്ക് കൺവേർട്ടേഴ്സ്. പക്ഷേ ലീനിയർ റെഗുലേറ്റേഴ്സ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്തിട്ടാണ് അതിനെ വോൾട്ടേജ് കുറയ്ക്കുന്നത്. അപ്പം അവിടെ എഫിഷ്യൻസി കുറവാണ്. TPS 5430 എന്ന് പറയുന്ന ചിപ്പ് എന്ന് പറഞ്ഞാൽ അതെന്ന് പറഞ്ഞാൽ ഒരു ബക്ക് കൺട്രോളിന് എക്സാമ്പിളാണ്. അതുപോലെ 78 സീരീസ് ഉണ്ടല്ലോ, 78XX സീരീസ്, അതെന്ന് പറഞ്ഞാൽ അതായത് 7805 7812 അതെന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ വോൾട്ടേജ് റെഗുലേറ്റേഴ്സിന് എക്സാമ്പിളാണ്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇൻവേർഷൻ എന്ന് വെച്ചാൽ റെക്ടിഫിക്കേഷൻ്റെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്യുവർ ഡി സി ആയിട്ടുള്ള ഒന്നിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു എ സി ആയിട്ട് മാറ്റുന്നു. അതിനാണ് യൂസ് ചെയ്യുന്നതാണ് ഇൻവേർഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. അത് ചെയ്യുന്ന സാധനത്തിൻ്റെ പേരാണ് ഇൻവെർട്ടർ. ഇതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നല്ല വർക്ക് ചെയ്യുന്നത്, ഒരുമിച്ച് നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ട്രാൻസ്ഫോമർ അതെന്ത് ചെയ്യും, ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജിലേക്ക് കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ റെക്ടിഫയർ എന്ത് ചെയ്യും, അതിനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതിനെ ഫിൽട്ടർ ചെയ്ത് സ്മൂത്തനിങ് ചെയ്ത് ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് കൊടുക്കും. ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഡി സി മസ്റ്റാണ്, എങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അതുകൊണ്ട് അത് ഡി സിയിൽ വർക്ക് ചെയ്യും. പിന്നെ വോൾട്ടേജിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൺവേർട്ടേഴ്സ് യൂസ് ചെയ്യും. അത് ബക്ക് കൺവേർട്ടർ ആണെങ്കിലും ബൂസ്റ്റ് കൺവേർട്ടർ ആണെങ്കിലും ലീനിയർ റെഗുലേറ്റേഴ്സ് ആണെങ്കിലും, പക്ഷേ നമ്മൾ കൺവേർട്ടർ അവിടെ യൂസ് ചെയ്യും. അപ്പോൾ അവിടെ വരുന്നതെന്ന് വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ, റെക്ടിഫിക്കേഷൻ, കൺവേർഷൻ, ഇത് മൂന്നും ഒരുമിച്ച് നിന്നാണ് ഓൾമോസ്റ്റ് സ്ഥലത്തും വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇൻവേർഷൻ ഓൾമോസ്റ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ചില ഡിസൈനുകളിൽ ബൂസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട് അവിടെ. കാരണം വരുന്ന ഡി സി വോൾട്ടേജിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്തിട്ട് കറണ്ട് കുറച്ച് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടെക്നിക്ക് കൂടെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ റെയറായിട്ടേ കാണാറുള്ളൂ. ഈ ഒരു തിയറി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, പിന്നെ ഷെയറും ചെയ്ത് കൊടുക്കണേ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വല്ലതും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയാൻ മടിക്കല്ലേ. കാരണം വെച്ചാൽ ഞാനൊരു മനുഷ്യനല്ലേ, എനിക്ക് മിസ്റ്റേക്കുകൾ വരാം. അപ്പോൾ അറിവുള്ളവരാണല്ലോ അത് തിരുത്തി തരുന്നത്, അപ്പോഴാണല്ലോ നമ്മൾ നന്നാവുന്നത്.
ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.